വേദിയിലും സദസ്സിലുമുള്ള സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗാന്ധിജി ഗുരുദേവനുമായി കണ്ടുമുട്ടിയതിൻ്റെ 100-ാം വാർഷികവും സേവനം UK-യുടെ 10-ാം വാർഷികവും സംബന്ധിച്ച വിഷയത്തിലധിഷ്ഠിതമായ ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നതെന്ന് കരുതുന്നു. വിഷയത്തിൽ വളരെ ദീർഘമായൊരു പ്രസംഗം നടത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈ സന്ദർഭം അതിന് യോജിച്ചതല്ലെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ തിരുവനന്തപുരത്തു നിന്നും ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എന്നെ കൂടെ അവിടെ ഉൾപ്പെടുത്തിയപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം പറയും. വിഷയത്തിൽ അധിഷ്ഠിതമായി മാത്രമായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധിജി ഗുരുദേവനെ കാണുന്നതിന് വേണ്ടി ശിവഗിരിയിലെത്തിയതിൻ്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ പഠിക്കണം. ഒരു MK കേശവൻ എന്ന SNDP യോഗത്തിൻ്റെ ഒരു നേതാവ് ട്രെയിനിൽ വെച്ച് ഗുരുദേവനുമായി നടത്തിയ ഒരു അമുഖ സംഭാഷണം വളരെ തെറ്റായി വ്യാഖ്യാനിച്ച് ദേശാഭിമാനി എന്ന് പറയുന്ന TK മാധവൻ പത്രാധിപരായുള്ള പത്രത്തിൽ വരികയും അതിനെ സംബന്ധിച്ച് ഗാന്ധിജി പത്രാധിപരായിട്ടുള്ള യങ് ഇന്ത്യയിൽ ഗുരുദേവനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന വരികയും വളരെ പെട്ടെന്ന് തന്നെ ഗുരുദേവൻ അതിനൊരു റിജൈൻഡർ കൊടുക്കുകയും മറുപടി കുറിപ്പ് കൊടുക്കുകയും അത് അതേ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വേദിയിലെത്തി. ആ വേദിയിലെത്തിയത് ഉണ്ടാക്കിയ ചലനം ഗാന്ധിജി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഗാന്ധിജിയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വേദിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഗാന്ധിജി തിരിച്ചറിഞ്ഞു ഗുരുദേവനെ കാണണം. പക്ഷേ ഗാന്ധിജിയുടെ മനസ്സിൽ അപ്പോഴും റിജൈൻഡറും അതുപോലെ എൻ്റെ ഒറിജിനൽ പ്രസ്താവനയാണ്. സത്യത്തിൽ ഇതായിരുന്നു, വൈക്കം സത്യാഗ്രഹം അക്രമാസക്തമാക്കണമെന്ന് ഗുരുദേവൻ ആഹ്വാനം ചെയ്തു പോലും എന്നാണ് തെറ്റായ വാർത്ത വന്നത്. അതാണ് അവൾ വന്നത്. അതുകൊണ്ട് തുടക്കം തന്നെ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഞാനിവിടെ വളരെ പ്രാധാന്യം ഉള്ള ഒരു ചോദ്യം ഗാന്ധിജി ചോദിച്ചതും അതിന് ഗുരുദേവൻ പറഞ്ഞ മറുപടിയും അത് ഇന്ത്യയിൽ ആകമാനം ഉണ്ടാക്കിയ ചലനവും ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദയവീത് നിങ്ങൾ ഒരു 5 മിനിറ്റ് എന്നെ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഗുരുദേവനുമായി സംസാരം നടത്തിയ മഹാത്മാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ മനസ്സിലിരിപ്പൊന്നും ഗുരുദേവനോട് നടപ്പില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം വർണ്ണ വ്യവസ്ഥയെ അനുകൂലിക്കുന്ന ആളാണ്. വളരെ നിഷ്കരണം അതിനെ നിഷേധിക്കുന്ന രീതിയാണ് ഗുരുദേവൻ അനുവർത്തിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. പോട്ടെ, അധസ്ഥിതരായ ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് സ്വാമിജി പറയുന്നത്. സ്വാമിജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സത്യത്തിൽ ഈ മഹാത്മാഗാന്ധി വിചാരിച്ചത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഗുരുദേവനാ മുട്ടിടിക്കുമെന്നാണ്. പാറ്റ് കേം ദ റിപ്ലൈ എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് പോലെ ഉടനാണ് മറുപടി വന്നത്. അവർക്ക് ധനവും വേണം, വിദ്യയും വേണം. ഗാന്ധിജി മിഴിച്ചുപോയി. ഗാന്ധിജി ഇവിടെ മനസ്സിൽ തീരുമാനം എടുത്താണ്. ഗാന്ധിജി ഇവിടെ വരേണ്ട, റീജൻ്റ് മഹാറാണിയെ കണ്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാണ്. പോത്തൻ ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഗാന്ധിജിയെ ശിവഗിരിയിൽ എത്തിച്ചത്. പക്ഷെ അപ്പോഴും ഗാന്ധി പറഞ്ഞ് ഞാനിന്ന് പോകുന്നില്ല, ഇവിടെ താമസിക്കുകയാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണണം. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. അധസ്ഥിതരായ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? സേവനം 10-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ സംഭാഷണം ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഗാന്ധിജിക്ക് ഗുരുദേവൻ കൊടുത്ത മറുപടിയാണ് അവർക്ക് ധനവും വേണം, വിദ്യയും വേണം. ഇത് ഇന്ത്യയിൽ ആകമാനം വളരെ ചലനമുണ്ടാക്കിയ ഒരു ചോദ്യോത്തരമായിരുന്നു. ഈ ചോദ്യോത്തരം കഴിഞ്ഞതിന് ശേഷം 4 വർഷം കഴിഞ്ഞ് 1928 പയ്യന്നൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗത്തിൽ പ്രസംഗിക്കാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഉത്തരവും ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങളുടെ നയപരിപാടികൾ മാറ്റുകയാണ്. ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയത് അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ കാര്യം ഞങ്ങൾ മറന്നുപോയിരുന്നു. ഉപ്പ് സത്യാഗ്രഹം പോലും പരാജയപ്പെട്ടത് കോൺഗ്രസ് സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഒരു കൂട്ടരുടെ ആൾക്കൂട്ടം മാത്രമായിരുന്നുള്ളതാണ്. ഞങ്ങൾ നയം പരിപാടി മാറ്റുകയാണ്. ആ പ്രസംഗം 2 പ്രസംഗങ്ങൾ അംബേദ്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അംബേദ്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അംബേദ്കർക്ക് ഇവർ രണ്ടുപേരുടെ അത്ര ഇഷ്ടമുള്ള ആളല്ല. അംബേദ്കർ വിചാരിച്ച് ഈ ഗുരുവിനെ ഒന്ന് കാണണം. പക്ഷേ അപ്പോഴത്തേക്ക് ഗുരുവിൻ്റെ മഹാസമാധി നടന്നുപോയി. എങ്കിലും ഗുരുവിനെ പറ്റി അറിയണം. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ തൊട്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. 1936 അംബേദ്കറിൻ്റെ മകന് കാലിലൊരു പരിക്ക് പറ്റി 1 വർഷത്തെ ചികിത്സ വേണ്ടി വന്നു. കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പോലും ഏറ്റവും അറിയപ്പെടുന്ന ഗുരുവിൻ്റെ ചികിത്സകനായിരുന്ന ഒരാളിൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയത്. അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചികിത്സ നടക്കുമ്പോൾ അംബേദ്കറിൻ്റെ അനിയനാണ് അവിടെ കൂട്ടുനിന്നത്. അത് കഴിഞ്ഞ് അംബേദ്കർ ഒരു ദിവസം വന്നു. അംബേദ്കർ ഒരു ദിവസം വന്നപ്പോൾ അംബേദ്കറിൻ്റെ അടുത്ത് ഈ വൈദ്യൻ പറഞ്ഞ്, വൈദ്യൻ ചെറിയ ആളൊന്നും അല്ല, വൈദ്യനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരഗാനം എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, അംബേദ്കർ തീർച്ചയായും ശിവഗിരിയിൽ പോകണം, ഗുരുവിനെ പറ്റി അറിയണം. അപ്പോൾ അംബേദ്കർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ താല്പര്യത്തോടെ ചോദിച്ചറിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞതെന്താണ്? വിദ്യ കൊണ്ട് സ്വതന്ത്രരാവാനാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല, ചിന്നസ്വാമിയെ കൊണ്ട്, അതായത് കുമാരനാശാനെ കൊണ്ട് ഒരു കവിത എഴുതിച്ചു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അത് അംബേദ്കർ നോട്ട് ചെയ്തു. അംബേദ്കർ നോട്ട് ചെയ്തിട്ട് വൈദ്യർ തന്നെ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് AK ഭാസ്കറിനെ വിളിച്ചിട്ട് ഈ അംബേദ്കറിനെ ശിവഗിരിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശിവഗിരിയിൽ മാത്രമല്ല, ഈ മഹാകവിയുടെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് എഴുതിയ ആ മഹാകവിയുടെ സ്ഥലം കൂടി എനിക്ക് കാണണം. കായിക്കരയിലും അതുപോലെ തന്നെ ശിവഗിരിയിലും എത്തി. ശിവഗിരിയിലും എത്തിയിട്ട് അദ്ദേഹം ചില നോട്ടുകൾ എഴുതിയെടുത്തു. ഒന്ന് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്, രണ്ടാമത് വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അതുപോലെ തന്നെ ധനപരമായി അവർക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഗുരു പറഞ്ഞ ധാർമ്മികതയിൽ ഊന്നൽ നൽകിയ മാനവികത, അല്ലെങ്കിൽ ധാർമ്മികതയും മാനവികതയും കൂട്ടിക്കലർത്തിയുള്ള ആ പ്രവർത്തന രീതിയെക്കുറിച്ച് കൂടി മനസ്സിലാക്കി. ബുദ്ധമത വിശ്വാസിയായി പിന്നീട് മാറിയ അംബേദ്കർക്ക് കൃത്യമായി ഗുരുവിൻ്റെ എല്ലാ വചനങ്ങളും ഉൾക്കൊള്ളാനായി. തിരിച്ചുപോയി ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രേമേന്ദ്ര സാറോടൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ, അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ ഒരു പ്രത്യേക ലൈനിലാണ് പോയത്. അത് പോയത് ഭരണഘടനയിൽ ഇപ്പോഴ് ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതണം. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതെവിടെയുണ്ട്? ഗുരു ആദ്യം അരിവുപുറത്ത് എഴുതി വെച്ചെടുത്ത് തന്നെ ഉണ്ട്. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം അംബേദ്കർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പിന്നെയും മാറ്റി. സ്വാതന്ത്ര്യം, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം, സാമൂഹികമായ സ്വാതന്ത്ര്യം, സാമ്പത്തികമായ സ്വാതന്ത്ര്യം, നിയമപരമായ സ്വാതന്ത്ര്യം, സാമൂഹികമായ സ്വാതന്ത്ര്യം എന്നീ 5ആയിട്ട് അംബേദ്കർ പിന്നെ അതിനെ കൂടുതൽ വിപുലീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ വാക്കുകൾ ഈ ഗുരു ഉപയോഗിച്ച 1888 ഉപയോഗിച്ച, തുടർന്ന് ഉപയോഗിച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രിയാമ്പിളിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അംബേദ്കർ തൻ്റെ ബുദ്ധി പ്രയോഗിച്ച് ഈ അധസ്ഥിതരായിട്ടുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ചിന്തയായി. അവർക്ക് ധനവും വിദ്യയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയാണ് ആദ്യമായി ഭരണഘടനയിൽ ഒരു കാര്യം അംബേദ്കർ നിഷ്കർഷിച്ചത്. അത് വളരെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായി. അത് പട്ടികവർഗക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം അധസ്ഥിതർക്ക് കൊടുക്കണം. പക്ഷേ അംബേദ്കർ പിന്നൊരിക്കൽ
മന്ത്രിയായി കഴിഞ്ഞതിന് ശേഷം രാജിവെച്ചതിന് പോലും രാജിവെച്ച കത്തിൽ നിന്ന് വരെയും പുറത്തു വന്നിട്ടില്ല. ആ കത്തിൽ അംബേദ്കർ ആവശ്യപ്പെട്ടത് അന്ന് അദ്ദേഹം പറഞ്ഞ OBC റിസർവേഷൻ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണവും നടപ്പിലാക്കണം. പക്ഷേ അത് നടപ്പിലായി, വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും. ആ നടപ്പിലായതിന് പശ്ചാത്തലം ഒരുക്കിയത് ഒരൊറ്റ വാചകമാണ്: അധസ്ഥിതരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? അവരെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ധനവും വേണം, വിദ്യയും വേണം. ഈ 10ാം വാർഷികം ആവർത്തിക്കുന്ന സേവന UKയുടെ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുക. നിങ്ങളുടെ സഹോദരന്മാർക്ക്, നിങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ധനവും കൊടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ അതൊക്കെ ഒരു കാര്യം മറക്കാതെ ആയിരിക്കണം. ധാർമ്മിക എന്ന് പറയുമ്പോൾ ഗുരുദേവൻ നമുക്ക് ധർമ്മം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ധർമ്മേവ പരം ദൈവം ധർമ്മേവ മഹാധനം എന്ന് പറഞ്ഞ ആ ഗുരുദേവനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. വിജയം സുനിശ്ചിതം. എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹം ഉണ്ടാവട്ടെ.